പ്രമുഖ വ്യവസായിയും എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവുമായ ഗോകുലൻ ഗോപാലനെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തും ഗോകുലം ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയാണ്. ചെന്നൈ കോടമ്പാക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിലും റെയ്ഡ് നടന്നു. കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലും ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. ഒപ്പം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും. ആദ്യം നവമിയുടെ റിപ്പോർട്ടിലേക്ക്. എമ്പുരാന്റെ സിനിമാ വിവാദം കത്തി നിൽക്കുകയാണ്. നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലിന്റെ കീഴിലുള്ള ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തുന്നത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ്. ചെന്നൈ കോടമ്പാക്കത്തെ ചിട്ടി സ്ഥാപനത്തിലും കൊച്ചിയിലും കോഴിക്കോടുമാണ് പരിശോധന. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചു. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമായിട്ടുള്ള ചിട്ടി ഇടപാടുകളുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ചുവെന്നും അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. 2023 ഏപ്രിലിൽ ഗോകുലം ഗോപാലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. മറ്റു ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പും നേരത്തെ മൊഴിയെടുത്തിട്ടുണ്ട്. കൊച്ചി ഇഡി ഓഫീസിൽ വെച്ചായിരുന്നു അന്നത്തെ ചോദ്യം ചെയ്യൽ. പക്ഷേ എമ്പുരാൻ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഈ ഗോകുലം ഗ്രൂപ്പിന്റെ പേരിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കേസുകളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതേസമയത്താണ് ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇഡിയുടെ റെയ്ഡ് പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. അതേസമയത്ത് ഗോകുലം ഗോപാലിനെ ഇഡി വിളിച്ചു വരുത്തുകയായിരുന്നു. എന്തെല്ലാം വിവരങ്ങൾ ഇഡി റെയ്ഡിനെ കുറിച്ച് കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയും? മഞ്ജുഷു, കോഴിക്കോട്ടെ അരയിടത്ത പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. 11 കൂടിയാണ് ഇഡി സംഘം ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയും പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ നിൽക്കുകയും ചെയ്തു. അല്പസമയം മുമ്പ് അവരും അകത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ താഴേക്ക് എത്തുകയും റിസപ്ഷനിലെത്തി ചില രേഖകളൊക്കെ വാങ്ങുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അകത്തേക്ക് പോയി. ഇന്ന് ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ചാനലുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് ഈ ഹോട്ടലിൽ നടക്കുകയായിരുന്നു. ആ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാനായാണ് ഗോകുലം ഗോപാലൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു. ഈ ബോർഡ് യോഗത്തിന്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇഡി ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയ ശേഷം ഒരു ഘട്ടത്തിൽ 3-4 ഉദ്യോഗസ്ഥർ താഴേക്ക് റിസപ്ഷനിലെത്തി ചില പരിശോധനകൾക്കായി വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ചില രേഖകളുമായി മുകളിലേക്ക് പോയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ അന്വേഷണം നടക്കുന്ന ഒരു കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഇഡി സംഘം ഇവിടെ എത്തിയത് എന്ന വിവരമാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുന്നു എന്ന വിവരം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം ചെയ്യൽ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം പിന്നീടാവും ലഭിക്കുക. ഒരുപക്ഷെ ഗോകുലം ഗോപാലനും ഈ റെയ്ഡിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നേരത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന ശേഷവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. മറിച്ച് ചില പിശകുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ സിനിമയിൽ മാറ്റേണ്ടതുണ്ട്. അത് ഭേദഗതി വരുത്താൻ ഈ മോഹൻലാൽ, പൃഥ്വിരാജ് അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകി എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താൻ ഈ ചിത്രത്തിന്റെ ആദ്യം മുതൽ സഹകരിക്കുന്ന ഒരാളല്ല, മറിച്ച് ഒരു നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം പിന്മാറിയപ്പോൾ പെട്ടെന്ന് വലിയൊരു ചിത്രം നിന്നു പോകരുത് എന്ന് കരുതിയാണ് ഇതിനോട് സഹകരിച്ചെന്നടക്കം അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു. പൂർണ്ണമായും സമവായത്തിന്റെ ഒരു രീതിയുമായാണ് അദ്ദേഹം മുന്നോട്ട് പോയതും. എന്നാലും അതിന്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് ഈ റെയ്ഡിനെ ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം ആളുകൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ കൃത്യമായ റെയ്ഡിനും പിന്നിലുള്ള കാരണം എന്നതിനെക്കുറിച്ച് ഇഡി കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഗോകുലം ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഓഫീസിലാണ് കോഴിക്കോട് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലാണ് ഇഡി ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. അവിടെ ഗോകുലം ഗോപാലനുണ്ട്. ഗോകുലം ഗോപാലനെ ഇഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. രാവിലെ മുതൽ തന്നെ റെയ്ഡ് ഗോകുലത്തിന്റെ വിവിധ ഓഫീസുകളിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോടും റെയ്ഡ് നടക്കുന്നത്. ഗോകുലം ഓഫീസുകളിലെ റെയ്ഡിന് കാരണം എമ്പുരാൻ സിനിമയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഊണ് കഴിക്കുന്ന എല്ലാവർക്കും ഇക്കാര്യം അറിയാമെന്നും സതീശൻ പറഞ്ഞു. അതിപ്പോ ആ സിനിമ കൊണ്ടുവന്നാണെന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും, ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഗോകുലം ഗോപാലിന് വീട്ടിൽ ഇടി കയറാനുള്ള കാര്യം